മറ്റൊരു ഒപ്പീനിയൻ മേക്കേഴ്സ് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമുണ്ട്. അയാൾ പറയുന്നത് ഈ ഇറാന്റെ കയ്യിൽ അതിശക്തമായിട്ട് മുന്നോട്ട് പോവുകയും വെപ്പൺസ് ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് അറ്റാക്ക് നടന്നില്ലായിരുന്നു, അതായത് ഇസ്രായേൽ തിരിച്ച് റിട്ടാലിയേറ്ററി അറ്റാക്ക് ചെയ്ത് ഇറാനെ തോൽപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ പ്രോക്സിസ് ഉണ്ട് എന്ന് വിശ്വസിക്കുക. അതായത് ഹിസ്ബുള്ള, നിങ്ങൾ ഹമാസ്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗാസയിൽ മാത്രമല്ല ഹമാസ്. എന്തുകൊണ്ടാണ് ഹമാസ് ഇത്രമാത്രം ഫണ്ട് ചെയ്ത്? കാരണം ആന്റി ഇസ്രായേൽ. രണ്ടാമത്, ഇതൊരു സുന്നി വിഭാഗമാണ്. അപ്പൊ ഈ ഹമാസിന് സിറിയയിലുണ്ട് ഏകദേശം 10,000-15,000 പേരുണ്ടായിരുന്നു. അതേപോലെ 7,000-8,000 പേര് അവർക്ക് ലെബനനിലുണ്ടായിരുന്നു. അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ഹിസ്ബുള്ളയായിരുന്നു. പിന്നെ ഇറാഖിന്റെ പല ഭാഗത്ത് അവരെ സഹായിക്കുന്ന അവിടെ ഒരു ഗ്രൂപ്പും വിങ്ങുമുണ്ട്, അല്ലെങ്കിൽ മിലിഷ്യ റാഡിക്കൽ ഇസ്ലാം ഓർഗനൈസേഷനാണ്. അപ്പൊ ഇതിനെയൊക്കെ തീർക്കുക എന്ന് പറയുന്നത് പെട്ടെന്ന് ഇങ്ങനൊരു അറ്റാക്ക് ചെയ്ത് തിരിച്ച് റിട്ടാലിയേറ്ററി അറ്റാക്കിൽ ഇസ്രായേൽ ഫുൾ ഫ്ലഡ്ജ് ആയിട്ട് ഓരോരുത്തരെയും ഫിനിഷ് ചെയ്ത് മുന്നോട്ട് പോയത്. അതിനൊരു സാഹചര്യം എന്ന് പറയുന്നത് October 8th ഇവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇവർ കമ്പയർ ചെയ്യുന്നത് ഈ ബ്ലാക്ക് സെപ്റ്റംബർ നിങ്ങൾ കേട്ട് കാണും. ഇസ്രായേലി അത്ലറ്റ്സും എല്ലാം കൂടെ മ്യൂണിക് ഒളിമ്പിക്സിന് പങ്കെടുക്കാൻ പോകുന്നു. അവിടെ വെച്ച് ഇതേപോലെ പാലസ്റ്റീൻ ആൾക്കാർ അവരെ തടവിലാക്കുന്നു, അവരെ കൊല്ലുന്നു, അവരെ കൊണ്ടുപോകുന്നു, പിന്നീട് പല ആൾക്കാരെ റിലീസ് ചെയ്യാൻ പറയുന്നു. അത് വലിയൊരു ഇഷ്യൂ ആയിരുന്നു. അന്ന് ഇസ്രായേലി പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഗോൾഡമേയർ അന്ന് കമ്മിറ്റി എക്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ട് വരാനുള്ള ഇവരെ മുഴുവനെ റീട്രിബ്യൂഷൻ എന്നുള്ള വാക്കാണ് അതിൻ്റെ അകത്ത് ഉപയോഗിക്കുന്നത്. അവരുടെ എല്ലാ PLOയുടെ നേതാക്കളും ലോകത്തെവിടെയുണ്ട് അവനെ എല്ലാം തീർത്തേക്കാൻ പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കണം, അതിനുശേഷം ഈ പറയുന്ന ഇസ്രായേല് ഈ ഹമാസ് മാത്രമല്ല, ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആരൊക്കെ നേതാക്കൾ, അതിൻ്റെ പേരിലാണ് ഖത്തറിൽ കയറി അടിച്ച് ഇവന്മാരെ മുഴുവനും തീർത്ത് കളഞ്ഞു. കാരണം പണ്ട് ആ സമയത്ത്, അതായത് ബ്ലാക്ക് സെപ്റ്റംബർ ഉണ്ടായ സമയത്ത് ഈ പറയുന്ന PLOയുടെ ലീഡേഴ്സൊക്കെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ അവിടെ ഇരുന്നാണ് പല പ്രസ്താവനയും ഈ PLOയ്ക്ക് വേണ്ടി വാദിക്കുന്നത്. പിന്നീട് ഹമാസുമായി ബന്ധപ്പെട്ടും PLOക്കാരെയും പല നേതാക്കളെ ഈ യൂറോപ്യൻ രാജ്യങ്ങളൊന്നും കയറ്റാതായി. ഇവർക്ക് പിന്നെ പല അറേബ്യൻ രാജ്യങ്ങൾ മാത്രം നിൽക്കുക. അത് അമേരിക്കയായിട്ടുള്ള ബന്ധത്തിൻ്റെ പേരിൽ അമേരിക്കയിൽ പല അറേബ്യൻ രാജ്യങ്ങൾ പോലും ഖത്തറിനകത്ത് അനുവദിച്ചേക്കാണ് അവർ നിർത്താൻ വേണ്ടി. പക്ഷെ അറേബ്യൻ രാജ്യങ്ങളിൽ ഇവരെ ചില അറേബ്യൻ രാജ്യങ്ങളിലുണ്ട്. ഇപ്പോൾ യമനിലുണ്ട്, ഇവരുടെ ഫിനാൻഷ്യൽ ഓഫീസുണ്ട് ഇസ്താംബുളിൽ. അത് ഏകദേശം പലതിയോളം അടച്ചു വെച്ചേക്കാണ്. ട്രംപ് എർദോഗാന് വാൺ ചെയ്തിട്ടുണ്ട്.